പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം ആരോപിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഡിലിമിറ്റേഷൻ മാർഗരേഖയിലെ ചട്ടങ്ങൾ പാലിക്കാതെ ഭരണകക്ഷിയുടെ സ്ഥാപിത താൽപര്യങ്ങൾ മാത്രം മാനദണ്ഡമാക്കിയാണ് വാർഡ് വിഭജനത്തിന്റെ കരട് രേഖ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലെ വാർഡുകളിൽ ഏറ്റവും കുറവ് ജനസംഖ്യയായ 1145 വോട്ടുകൾ മാത്രമുള്ള ഒന്നാം വാർഡിലെ 30 വീടുകൾ വെട്ടിമാറ്റിയിരിക്കുന്നു. 30 വീടുകൾക്ക് 2011 സെൻസസ് കണക്ക് പ്രകാരമുള്ള ശരാശരി 90ഓളം വോട്ടുകൾ കൂടി നിലവിലുള്ള 1150 വോട്ടുകളിൽ നിന്നും കുറഞ്ഞ അതേ വാർഡിൽ ഇപ്പോൾ കരട് പട്ടികയിൽ 1348 വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർഗരേഖയിലെ ചട്ടപ്രകാരം എല്ലാ വാർഡുകളും ഭൂമിശാസ്ത്രപരമായി പുനർനിർണയിക്കണമെന്നിരിക്കെ കിലോമീറ്ററുകളോളം ദൂരമുള്ള വാർഡുകളെല്ലാം വിഭജനത്തിൽ നിന്ന് ഒഴിവാക്കി വളരെ ചെറിയ ഭൂവിസ്താരമുള്ള വാർഡുകളടക്കം 4-5 വാർഡുകൾ മാത്രം കേന്ദ്രീകരിച്ചാണ് വാർഡ് വിഭജന പ്രക്രിയ തയ്യാറാക്കിയിരിക്കുന്നത്. നിയമങ്ങളും ചട്ടങ്ങളും നോക്കാതെ ഭൂമി ശാസ്ത്രപരമായി ഒരുമിച്ച് കിടക്കുന്ന ചെറിയ ജനവാസ കേന്ദ്രങ്ങളായ ഉൾപ്രദേശങ്ങളെ കീറിമുറിച്ചിരിക്കുകയാണ്. എങ്ങനെയും പഞ്ചായത്ത് ഭരണം നിലനിൽക്കണമെന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാർത്ഥ താൽപര്യത്തിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്നും പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം ആരോപിച്ചു. ഇതിനെതിരെ ഡിലിമിറ്റേഷൻ കമ്മിറ്റി മുൻപാകെ പരാതി സമർപ്പിക്കാനും യോഗം തീരുമാനിച്ചതായി VA നദീർ പത്രപ്രസ്താവനയിലൂടെ അറിയിച്ചു.